ലെറ്റ് us കണ്ടിന്യൂ വിത്ത് our ഡിസ്കഷൻ. ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് മാക്സ് വെബറിനെ കുറിച്ചാണ്. മാക്സ് വെബർ പവറിനെ പറ്റിയിട്ടും ഡോമിനേഷനെ പറ്റിയിട്ടും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പവർ ആസ് ദ പ്രോബബിലിറ്റി ദാറ്റ് an actor will be able to realize his own objective against the opposition from others with whom he is in social relationship. ഒരു വ്യക്തി ഏത് സോഷ്യൽ റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ ഏത് പാർട്ടിയോടാണോ സോഷ്യൽ റിലേഷൻഷിപ്പിലിരിക്കുന്നത് ആ എതിർ പാർട്ടിയുടെ മേലെ എന്ത് ഒബ്ജക്റ്റീവാണ് തനിക്ക് നേടിയെടുക്കേണ്ടത് എന്ന തിരിച്ചറിവിനെയാണ് പവർ എന്ന് പറയുന്നത് എന്നാണ് വെബറിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഈ വെബറിൻ്റെ തിയറീസൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പവറിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസാണ് നടത്തുന്നത്. PG എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വാൻസ് സ്റ്റഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തനി ഡെഫിനിഷൻസൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പം ആസ് ഫർ ആസ് വെബർ ഇസ് കൺസേൺ, പവർ ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് an actor will be able to realize his own objective against the opposition from others with whom he is in social relationship. Power is a chance to impose will. സ്വന്തം ഇഷ്ടം ഇമ്പോസ് ചെയ്യാനുള്ള ഒരു ചാൻസിനെയാണ് പവർ എന്ന് പറയുന്നത്. Okay, according to Weber, domination or authority is more specific. It refers only to those cases of exercise of power where an actor obeys a specific command issued by the other. ഞാൻ മുൻപ് ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതോറിറ്റിയും പവറും തമ്മിലുള്ള ഡിഫറൻസ്. ഞാനൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്, അത് എന്തായാലും വാച്ച് ചെയ്യുക. ദർ ഇസ് എ ഡിഫറൻസ്, ക്ലിയർ കട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ആൻഡ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലെജിറ്റിമൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞാൽ മറ്റയാൾ അനുസരിക്കണം. ആ അനുസരിക്കാനുള്ള ആ ഒരു അനുസരിപ്പിക്കാനുള്ളൊരു കഴിവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? അതോറിറ്റി എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അക്കോർഡിംഗ് ടു വെബർ ദർ ആർ 3 സോഴ്സസ് ഓഫ് പവർ. പ്രധാനപ്പെട്ട 3. ഇപ്പം വെബറിൻ്റെ തിയറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട തിയറീസ് എല്ലാം തന്നെ ഇറ്റ് ഈസ് സംവാട്ട് ബേസ്ഡ് ഓൺ ദ പൊളിറ്റിക്കൽ സോഷ്യോളജി. അപ്പം അത്തരത്തിൽ ക്ലാസ്, സ്റ്റേറ്റസ്, പാർട്ടി ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പവറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസിൽ ആരും സംസാരിക്കുന്നത്? നമ്മുടെ വെബർ സംസാരിക്കുന്നത്. യൂസ്ഡ് എക്കണോമി, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പാരാമീറ്റേഴ്സ്, ഇതൊക്കെ എന്താണ് പവറിൻ്റെ സോഴ്സസ് ആയിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. പവർ ഡസ് നോട്ട് ഇംപ്ലൈ ദ റൈറ്റ് ടു കമാൻഡ് ആൻഡ് ദ ഡ്യൂട്ടി ടു ഒബേ. ഡോമിനേഷൻ ഇംപ്ലൈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെയിനിങ് വില്ലിംഗ് ഒബീഡിയൻസ്. അതായത് ഇഷ്ടപ്രകാരമുള്ള ഒബീഡിയൻസ് നേടിയെടുക്കുന്നിടത്താണ് പവർ എക്സേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പല രീതികളുണ്ടല്ലേ. ഫോഴ്സ് അല്ലാത്ത ഒരു ഫോഴ്സിനെ കൂടാതെ ഇഷ്ടംപോലെ രീതികളുണ്ട്. അപ്പം ഒരാളുടെ വില്ല് മറ്റൊരാൾ സ്വമനസ്സാലെ എന്ത് ചെയ്യാണ്? അനുസരിക്കുക, അല്ലെങ്കിൽ അയാളെ ഫോളോ ചെയ്യാൻ മറ്റയാളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശക്തി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതോറിറ്റി, അല്ലെങ്കിൽ ഹിയർ ഇറ്റ് ഈസ് പവർ. ഓക്കെ, Weber gave particular attention to those forms of power that involve stable and enduring relationship, and when power is structured, he termed it domination. പവർ സ്ട്രക്ചേർഡ് ആവുകയാണെങ്കിൽ അതിനെയാണ് അദ്ദേഹം ഡോമിനേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പവർ എന്താണ് സ്റ്റേബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ എൻഡ്യൂറിങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ പവർ എക്സേർട്ട് ചെയ്യപ്പെടുന്നു. പാട്രിയാർക്കൽ സൊസൈറ്റി മാത്രം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. വൈഫ് ഇസ് obeying the command of a husband. It is not forced. She is not forced to do anything. But the system, the society is like that. ഇപ്പം നമ്മളൊരു കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണല്ലേ, അതുകൊണ്ടാണ് എല്ലാം അനുസരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം പവറിനെ പറ്റി ആലോചിക്കുന്നില്ല, ഒന്നിനെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല. ഇതൊരു എന്താ പറയുന്നത്, സോ കോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻഡ്യൂറിങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ഈ പവർ എക്സേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതിന് ഫോഴ്സ് ഒന്നും ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം അത്തരത്തിലുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പവറിനെ ഇദ്ദേഹം ഡോമിനേഷൻ എന്ന് വിളിക്കാം. നമ്മൾ മെയിൽ ഡോമിനേഷൻ എന്നൊക്കെ പറയാറില്ലേ പാട്രിയാർക്കൽ സൊസൈറ്റിയെ? ലൈക്ക് വൈസ്. അപ്പം ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ചെറിയ ചെറിയ എക്സാമ്പിൾസിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ. ഓക്കെ,
Power is structured into distinctive forms of domination through the process of rationalization. Rationalization എന്ന പ്രോസസ്സിലൂടെയാണ് പവറിനെ എന്ത് ചെയ്യുന്നത്, സ്ട്രക്ചർ ചെയ്യപ്പെടുന്നത്. വെബർ ഇംപ്ലൈസ് 2 forms of rationalization, that is instrumental rationalization and value rationalization. ഇത്തരത്തിൽ റാഷണലൈസേഷൻ എന്ന പ്രോസസ്സിന് 2 ഫോംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഇൻസ്ട്രുമെൻ്റൽ, കസ്റ്റമറി ഓർ ഹാബിച്വൽ ഫോംസ് ഓഫ് സോഷ്യൽ ഓർഡർ that are sustained by the calculation of expediency എന്നാണ് പറയുന്നത്. അതായത് കാലാകാലങ്ങളായിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യം നമ്മളും തുടർന്ന് ചെയ്യുന്നു. ആ കാര്യത്തിന് എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നതിനെ അനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ തിങ്ക് ചെയ്യാണ് വെദർ ഐ ആം ഗെറ്റിംഗ് എ ബെനിഫിറ്റ് ഓർ നോട്ട്, വെദർ ഐ ആം ബെനിഫിറ്റഡ് ഓർ നോട്ട് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് ഇൻസ്ട്രുമെൻ്റൽ റാഷണാലിറ്റി എന്ന് പറയുന്നത്. അതേസമയം വാല്യൂ റാഷണാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. ത്രൂ ഇറ്റ് ദേ ബിക്കം ഫോംസ് ഓഫ് സോഷ്യൽ ഓർഡർ ദാറ്റ് ആർ സസ്റ്റെയിൻഡ് ബൈ ദ കൺസെപ്ഷൻ ഓഫ് ലെജിറ്റിമസി. ഇപ്പം മൂല്യാധിഷ്ഠിതമായിട്ടുള്ള റാഷണാലിറ്റിയെയാണ് വാല്യൂ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വെബറിനെ സംബന്ധിച്ചിടത്തോളം ദർ ആർ 3 types of rationality rules. Rationality, that is traditional, bureaucratic and charismatic. The 3 main bases of legitimacy is traditional, legal, rational, charismatic. നിങ്ങൾ ഇതാണ് പഠിക്കേണ്ടത്. ലെജിറ്റിമസി 3 വിധത്തിലാണുള്ളത്, അല്ലെങ്കിൽ റാഷണാലിറ്റി തന്നെ 3 വിധത്തിലാണുള്ളത്. അപ്പം അതോറിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. 3 ടൈപ്പ് ഓഫ് ആണുള്ളത്. ദാറ്റ് ഈസ് ട്രഡീഷണൽ, ലീഗൽ, റേഷണൽ, അതുപോലെ തന്നെ കരിസ്മാറ്റിക്. ഈ 3 തരത്തിലുള്ള അതോറിറ്റിയെക്കുറിച്ചാണ് വെബർ പറയുന്നത്. ബാക്കിയുള്ള നിങ്ങളുടെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ ലെറ്റ് us leave it now. Legitimacy is an important concept of sociology. It has been the main point of discussion for Weber. The lawful and regular activity which could be justified on contain reasonable ground is called legitimacy. നിയമപരമായിട്ടുള്ളത് എന്നാണ് ലെജിറ്റിമസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലോഫുൾ ആയിട്ടുള്ളൊരു റെഗുലർ ആക്ടിവിറ്റിയാണ്, അത് ജസ്റ്റിഫൈ എന്താ പറയുന്നത്, ന്യായീകരിക്കപ്പെടുന്ന ഒന്നാണ്. അതിനെയാണ് ലെജിറ്റിമസി എന്നതുകൊണ്ട് നമ്മുടെ വെബർ ഉദ്ദേശിക്കുന്നത്. ലെജിറ്റിമേറ്റ് ആക്ഷൻ കനോട്ട് ബി ക്വസ്റ്റ്യൻഡ്. എക്സാമ്പിൾ, യൂസ് ഓഫ് പബ്ലിക് മണി ബൈ ദ ഗവൺമെൻറ് ഫോർ ദ വെൽഫെയർ പ്രോഗ്രാം. അപ്പോൾ പബ്ലിക് മണി വെൽഫെയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദ്യം ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ. ഓക്കെ, നൗ ടൈപ്സ് ഓഫ് അതോറിറ്റി ബൈ വെബർ.